ഹലോ ഗൈസ്, ഇൻസ്റ്റാഗ്രാം റീൽസിൽ കണ്ടിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പരീക്ഷിക്കണമെന്ന് കരുതി മാറ്റി വെച്ചൊരു വീഡിയോ നോക്കിയിട്ട് ഇന്നൊരു ചാള വറ്റിച്ചത് അല്ലെങ്കിൽ മത്തി വറ്റിച്ചത് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ് ഞാൻ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിമെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് എടുക്കുക, അല്ലെങ്കിൽ ചതച്ചെടുക്കുക. പിന്നെ കുറച്ച് കൊച്ചുള്ളിയും, പിന്നെ വേണ്ടത് കറിവേപ്പിലയും, മുളക് പൊടിയും, മഞ്ഞൾപ്പൊടി. ഇത്ര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വേഗം സാധനം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് എണ്ണ അങ്ങോട്ട് അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമുക്ക് എത്ര മീനുണ്ടോ അതനുസരിച്ചിട്ട് എണ്ണയും മുളക് പൊടിയും അതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കുട്ടിയും കുറച്ചുമൊക്കെ ചേർക്കാം. കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു ഏകദേശം അളവിൽ കുറച്ച് മുളക് പൊടി ആ എണ്ണയിലോട്ട് തട്ടുവാണ്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഗ്യാസ് ഓണാക്കി കുറച്ചൊന്നിങ്ങനെ ചൂടായ ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്യണം. ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് ചതച്ച് വെച്ചിരുന്ന കൊച്ചുള്ളിയും അതുപോലെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരാളുടെ കാര്യം പറയാൻ വിട്ടുപോയി. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പിഴിപുളി എടുത്തിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതിനെ പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ഈ മസാലയ്ക്കകത്തേക്ക് ഈ ഒരു പുളിവെള്ളവും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം ആ എണ്ണയൊന്ന് തെളിഞ്ഞു വരുന്നത് വരെ തിളപ്പിക്കുക. ഇനി നമുക്ക് നമ്മുടെ ചാള അല്ലെങ്കിൽ മത്തി മീനെടുത്ത് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് മീൻ വെക്കുന്ന സമയത്ത് കുറച്ച് അരപ്പ് ഇങ്ങനെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് വെച്ചാൽ അതിൻ്റെ പുറത്തേക്കും കൂടെ നമുക്ക് അതൊന്ന് ജസ്റ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് അടച്ചു വെക്കാം. ഒരു 6 മിനിറ്റൊക്കെ ഇത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. എന്നിട്ട് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഒരുപാട് അഭ്യാസങ്ങളൊന്നും എടുക്കാണ്ട് മീൻ പൊടിഞ്ഞു പോകാണ്ട് അതിന് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത്, അതായത് ആ ഒരു മസാലയൊക്കെ ഇങ്ങനെ എല്ലായിടത്തും പിടിക്കണം. അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീൻ വറ്റിച്ചത് അല്ലെങ്കിൽ എന്താ പറയുക മത്തി വറ്റിച്ചത് റെഡിയാവും. ഈ പാനിലിരിക്കുന്ന കറി മൊത്തം ഞാൻ വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഇതിനകത്ത് കുറച്ച് അരപ്പ് ബാക്കി വരുമല്ലോ, അതിനകത്തേക്ക് ഒരു പിടി ചോറിട്ടിട്ട് കഴിച്ചു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. കാരണം ഞാൻ ഡിന്നറിന് എടുത്തത് കുറച്ച് ഇങ്ങനത്തെ വെജിറ്റബിൾസും ഇതും കൂടെയാണ്. അത് നല്ല ടേസ്റ്റ്. മീൻ മാത്രമായിട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ്, പക്ഷെ ചോറിൻ്റെ കൂടെ പുരട്ടി കഴിച്ചപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും പരീക്ഷിച്ചു നോക്കും കേട്ടോ.